എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ശിവപൂജ, അതുപോലെ തന്നെ മഹാലക്ഷ്മി പൂജ, ഗണപതി പൂജ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. തീർച്ചയായും പൂർണ്ണമായ വിശ്വാസമുള്ളവർ മാത്രം കാണുക. ഇന്ന് നമ്മൾ പറയാവുന്ന പോകുന്ന പ്രധാന കാര്യം തിരുവോണം, അവിട്ടം ഈ ദിവസങ്ങളിൽ സമ്പത്തിൻ്റെ അഭിഷേകം. ഈ പറയുന്ന നാളുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസം വന്നു ചേരും. ആ നാളുകാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ നാളുകാരെക്കുറിച്ച് പറയുകയാണ്. പ്രധാനമായും സമ്പത്ത് വന്നു ചേരുന്ന ഈ നാളുകാർ ആദ്യമായി നമ്മളുടെ ചിന്തകളെല്ലാം പോസിറ്റീവാക്കുക. ഈ ദിവസങ്ങളിൽ നല്ല ചിന്തകൾ മാത്രം ചിന്തിക്കുക. നല്ലത് വരുമെന്ന് സങ്കല്പിച്ചാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരൂ. അതുകൊണ്ട് നല്ല ചിന്തകളുമായി നിങ്ങൾ മുന്നോട്ട് പോകുക. പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. ആ നാളുകാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ നാളുകാരെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. ഭരണിയാണ്. എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണ്ണമായി ഈ ദിവസം ഈ നാളുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും മാതാവിൽ നിന്നും പിതാവിൽ നിന്നും എല്ലാം ഐശ്വര്യപൂർണ്ണമായ സഹായങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ബന്ധുക്കളെയും കൊണ്ട് വളരെയധികം സഹായം ഈ ദിവസം ഈ നാളുകാർക്ക് വന്നു ചേരും. പല വിധത്തിലുള്ള ധനങ്ങൾ ഈ നാളുകാർക്ക് ഈ ദിവസം വന്നു ചേരും. അതുപോലെ തന്നെ അശ്വതിക്കും ഇതേ അനുഭവം തന്നെ വന്നു ചേരും. പ്രധാനമായും പൂർണ്ണമായും ഫലം കിട്ടുവാൻ അവസാനം നമ്മൾ പരിഹാരം പറയുകയാണ്. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായും സമ്പത്തിൻ്റെ ഒഴുക്കാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ കുട്ടികളിലും എല്ലാം എന്ന് ചേരും. വീട്ടിൽ ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും വന്നു ചേരും. അതിലൊരു സംശയവുമില്ല. പരിഹാരം അവസാനം പറയും. എല്ലാത്തിനും ഉപരി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇടാൻ മറക്കരുത്. നമ്മളുടെ ജ്യോതിഷത്തിൽ ജാതിയോ മതമോ എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവണം. എല്ലാ ദിവസത്തെയും പൂജയും നിങ്ങൾ ഉൾപ്പെടണം. അതിനുവേണ്ടി കമൻറ്റ് ബോക്സിൽ പേരും നാളും ഇടാൻ മറക്കരുത്. അടുത്ത നാൾ എന്ന് പറഞ്ഞത് തിരുവോണമാണ്. തിരുവോണത്തിനും തിരുവാതിരയ്ക്കും ഇതുപോലെ തന്നെ വെച്ചടി കയറ്റമാണ്. പിതാവിൽ നിന്നും വളരെയധികം സാമ്പത്തിക സഹായം, ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം ഐശ്വര്യങ്ങൾ വന്നു ചേരും. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ നാളുകാർക്ക് ഈ ദിവസം വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ പരിഹാരമാർഗം നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. അടുത്തത് ചിത്തിരയാണ്. ചിത്തിരയ്ക്കും ചോദിക്കും എല്ലാം വളരെയധികം ഐശ്വര്യമുള്ള ദിവസമാണ്. അവരുടേതായ ദിവസം എന്ന് പറയുന്നത് ഈ ദിവസം എല്ലാവിധ തടസ്സങ്ങളും ഈ നാളുകാർക്ക് മാറും. പ്രധാനമായും ആരോഗ്യ പ്രശ്നങ്ങൾ മാറുവാനുള്ള പരിഹാരം അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. അടുത്തത് മൂലമാണ്. മൂലത്തിനും തൃക്കേട്ടയ്ക്കും വെച്ചടി കയറ്റമാണ്. ഒരു വിധത്തിലുള്ള തടസ്സങ്ങളും ഈ ദിവസം നിങ്ങൾക്ക് വന്നു ചേരും. പ്രധാനമായും ഭഗവാന്റെ കാരുണ്യം നിങ്ങൾക്ക് ഈ ദിവസം പ്രധാനമായും കിട്ടും എന്നുള്ളതാണ്. പ്രധാനമായും ഈ ദിവസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ചെയ്തു കഴിഞ്ഞ് പൂർണ്ണമായ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലും എല്ലാവർക്കും വന്നു ചേരും. പ്രധാനമായും നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പൂർണ്ണമായും മാറാൻ ചെയ്യാനുള്ള പരിഹാരം നമ്മൾ പറയുന്നത്. എല്ലാത്തിനുമുപരി എല്ലാവരും ഈ ദിവസങ്ങളിൽ നെയ്വിളക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ കത്തിക്കാൻ മറക്കരുത്. അതിലൂടെ കിട്ടുന്ന എനർജി നിങ്ങൾക്ക് പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കുകയും നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ പൂർണ്ണമായും കാരണമായി തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. ഈ ദിവസങ്ങളിൽ ഈ പറഞ്ഞ നാളുകാരെല്ലാം ചുമന്ന ഡ്രസ്സ് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൂടെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. പൂർണ്ണമായ ഐശ്വര്യങ്ങൾ എല്ലാവർക്കും വന്നു ചേരും. എല്ലാത്തിനുമുപരി നാമജപം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദിവസങ്ങളിൽ പ്രധാനമായും ഓം നമഃ ശിവായ എന്നും ഓം നമോ നാരായണ എന്നും ഓം ലക്ഷ്മി നാരായണ എന്നും ഓം ശ്രീ ഗണപതിയായ എന്നും നിങ്ങളുടെ വിശ്വാസമനുസരിച്ചുള്ള മന്ത്രങ്ങൾ പൂർണ്ണമായും ഭക്തിയോടുകൂടി 108 തവണ ജപിക്കുക. അതിലൂടെ നിങ്ങളുടെ മനസ്സിന് ഒരു പീസ്ഫുൾ മൈൻഡ് കിട്ടുകയും ചിന്തകൾ നല്ലതാവുകയും നല്ല പ്രവർത്തികൾ ചെയ്യുവാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള മനസ്സുണ്ടാവുകയും ചെയ്യും. എല്ലാത്തിനുമുപരി ദാനധർമ്മം പ്രധാന ഘടകം. ഈ ദിവസങ്ങളിൽ നല്ലതുപോലെ ദാനധർമ്മം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാൻ മാറ്റും. അടുത്ത നാൾ എന്ന് പറയുന്നത് ആയില്യമാണ്. ആയില്യത്തിനും അവിട്ടത്തിനും എല്ലാം അനിഴത്തിനും വെച്ചടി കയറ്റമാണ് ഈ ദിവസം ഉണ്ടാകുന്നത്. അവരുടേതായ ദുഃഖങ്ങളും ദുരിതങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പൂർണ്ണമായും ഭഗവാൻ മാറ്റും. കല്യാണ തടസ്സമുള്ളവരുടെ തടസ്സങ്ങൾ പൂർണ്ണമായും മാറും. ബിസിനസ് ചെയ്യുന്ന ഈ പറയുന്ന നാളുകാർക്കെല്ലാം ബിസിനസ്സിൽ വൻ വിജയമുണ്ടാകും. നിങ്ങളുടെ എല്ലാ പ്രവൃത്തി മണ്ഡലങ്ങളിലും വൻ വിജയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഈ പറയുന്ന നാളുകാരുടെ എല്ലാ തടസ്സങ്ങളും മാറാനുള്ള പരിഹാരം അവസാനം നമ്മൾ പറയുന്നതാണ്. അടുത്തത് നാളെ എന്ന് പറഞ്ഞത് കാർത്തികയാണ്. കാർത്തികയ്ക്കും രോഹിണിക്കും എല്ലാം നല്ലൊരു ദിവസമാണ് തിരുവോണം. ഇവർക്കെല്ലാം വെച്ചടി കയറ്റം ഉണ്ടാകും. അതുപോലെ രേവതിക്കും മകത്തിനും 50% വിജയസാധ്യതയുണ്ടാകും. പൂർണ്ണമായും ഈ പറയുന്ന നാളുകാരെല്ലാം ഈ ദിവസങ്ങളിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മഹാവിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക, മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിക്കുക. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും
വീട്ടിലുള്ള അനിഷ്ടങ്ങൾ മാറാൻ, സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങൾ മാറുവാനും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ദേവീക്ഷേത്രത്തിൽ പോവുകയും കുങ്കുമം സമർപ്പിക്കുകയും ചെയ്യുക നല്ലതാണ്. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും കൂവളത്തുമാല അദ്ദേഹത്തിന് ശിവനിരിക്കുന്ന ക്ഷേത്രത്തിൽ കൂവളത്തുമാല കൊടുക്കുകയും വിഷ്ണുവും ശിവനുമുള്ള ക്ഷേത്രത്തിൽ പ്രധാനമായും തുളസിമാല വിഷ്ണുവിന് സമർപ്പിക്കുകയും ശിവഭഗവാന് കൂവളത്തുമാല സമർപ്പിക്കുകയും ചെയ്യണം. കൂവളവും തുളസിയും നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് പ്രധാന ഘടകമാണ്. വിഷ്ണുവും ശിവനുമുള്ള ക്ഷേത്രമാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അല്ലെങ്കിൽ കൂവളത്തുമാല ശിവൻ്റെ ക്ഷേത്രത്തിൽ കൊടുക്കുകയും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തുളസിമാല കൊടുക്കുകയും ചെയ്ത് നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും പറയുക. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും. കമൻറ്റ് ബോക്സിൽ പേരെന്നാളും ഇടാൻ മറക്കരുത്. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ. ഓം ശ്രീ മഹാലക്ഷ്മി.